നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3.5 പതിറ്റാണ്ട് കാലത്തെ അഭിനയം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച മികച്ച ഒരു അഭിനേത്രിയാണ് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. ഉർവശിയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഉർവശി, ഒരുപാട് കാലമായി ഉർവശിനെ ഈ സോഫയിൽ ഇരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുങ്ങി നടക്കുമായിരുന്നു. നമ്മള് ഒരേ സ്ഥാപനത്തിലല്ലേ കുറച്ച് 2 കൊല്ലമായിട്ട് അതെ, പക്ഷേ എനിക്ക് താങ്കളാണ് ബിസി. എനിക്ക് പിടുത്തം തരാതെ ഇങ്ങനെ വഴുതി കളിക്കായിരുന്നു. ക്ലിയർ ആയി വരട്ടെ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കുറച്ചുകൂടെ സമയം എനിക്ക് വേണമെന്ന് തീരുമാനിച്ചിട്ടാണോ? എനിക്ക് പറയാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ എങ്കിൽ അതിനൊരു സമയമുണ്ട്. അങ്ങനെ അതല്ല, അതെന്തറിയാവോ, അറിയാം, ഒരു ചാനൽ മൊത്തം നടത്തിക്കൊണ്ട് വന്ന ആളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ചാനൽ കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അപ്പം പിന്നെ കുറച്ച് അതുമായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതെ ഇരുന്നു എന്നുള്ളതുകൊണ്ട് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല മലയാളത്തിൽ, കുറേ ആയി പടം ചെയ്തിട്ട്. ഇപ്പം ഉർവശി ഏത് സ്വദേശിയാണ്? ഇപ്പം ചെന്നൈക്കാരിയാണോ, തിരുവനന്തപുരമാണോ, കൊച്ചിയാണോ? ഇപ്പം എവിടെയാണ്? ഇപ്പം ചെന്നൈയാണ്. പിന്നെ മനസ്സ് കുറച്ചും കൂടി കേരളമായിട്ട് അടുത്തു തുടങ്ങി. അല്ല, നേരത്തെ അടുപ്പമുണ്ട്, പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം അവിടെ സെറ്റിൽ ആയതുകൊണ്ടാണ്. കേരളത്തിൽ എപ്പോഴും വരുന്നുണ്ട്. ഉർവശി, ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉർവശിയുടെ ജീവിതരേഖയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഈ അഭിമുഖം പൂർത്തിയായ ശേഷം ഉർവശിക്ക് ഉർവശിയെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പരിപാടി സഹായിക്കും. പിന്നീട് ഈ പറഞ്ഞ പോലെ മക്കളൊക്കെ വലുതായി അവർക്ക് പേരക്കിടാങ്ങളൊക്കെ ആകുമ്പോൾ എന്തായിരുന്നു അമ്മൂമ്മ എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു CD എടുത്തു കൊടുത്താൽ മതി. പിന്നെ അമ്മൂമ്മയൊക്കെ അത്ര വെപ്രാള ബിട്ടാസിന്. എനിക്ക് ആ പോയിന്റ് മാത്രം പെട്ടെന്ന് അല്ല, ഞാൻ അമ്മയായപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് നമ്മൾ മെച്ചൂർഡായി തോന്നിയതാണ്. പക്ഷെ സത്യം, ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും ഒരു ഡയറി പോലെ നമുക്ക് സൂക്ഷിക്കാവുന്ന. ഞാൻ പറഞ്ഞ വെച്ചാൽ ഉർവശി തന്നെ വേണമെങ്കിൽ പിന്നെ മറന്നുപോയ അല്ലെങ്കിൽ വിസ്മരിച്ച പല ഏടുകളും വേണമെങ്കിൽ ഇതിൽ വന്നു പോകും. അപ്പം ഇതിൻ്റെ സമഗ്രതയ്ക്ക് ഞാൻ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഉർവശിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് അറിയാമെന്നോ അറിയാത്തതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഞാനിങ്ങനെ ഒന്ന് സ്പർശിച്ചു പോകും. എങ്ങനെ തപ്പിയെടുത്തു മനസ്സിലായോ നിങ്ങൾക്കൊക്കെ? പിടിയോ? ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായതേ ഇല്ല, എന്നെ കണ്ടുപിടിച്ചേ ഇല്ല. എങ്ങനെ തപ്പിയെടുത്തു? ഇതൊക്കെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമല്ലേ ഉർവശി? ഞാൻ ആദ്യമായിട്ട് ക്യാമറയിൽ നിൽക്കുന്ന ഇതാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറ നിൽക്കുന്ന ഇതാണ്. ഇത് കണ്ടപ്പോ ഒന്ന് ഹൃദയത്തിലൊരു തരിപ്പുണ്ടായ? എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ അറിയാമോ, ഇത് മുഴുവൻ എൻ്റെ അച്ഛൻ നോക്കുമായിരുന്നു. ഉർവശിയുടെ മുഖത്ത് ഒരു ശ്വാസം ഇങ്ങനെ പയ്യെ ഒന്ന് മിസ് ചെയ്തു. എന്താ അറിയാമോ, അത് എൻ്റെ ചെറിയ അനിയനാ പാടുന്നത്. ഇത് തമിഴിൽ കമൽ സാറിന്റെ കളത്തൂർ കണ്ണമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയുടെ ഒരു റീമേക്ക് പോലെ എടുത്ത പടമാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരൊക്കെയാണ് നിൽക്കുന്നതൊക്കെ. അപ്പൊ ക്യാമറ അന്നത്തെ വലിയ വലിയ ലൈറ്റ്സാ. അപ്പൊ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിങ്. ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞതും ഈ ലൈറ്റിൻ്റെ അകത്ത് നോക്കി ഞാൻ അങ്ങനെ ബോധം കെട്ടങ്ങ് വീണു. അപ്പൊ എൻ്റെ അച്ഛനായിട്ട് ചൂടായി. ആരാ കൊച്ചിനെ വഴക്ക് പറഞ്ഞ? കൊച്ചു ബോധം കെട്ടുമ്പോൾ എന്നെ തോളിലെടുത്തിട്ടുണ്ട്. അച്ഛൻ അപ്പം തന്നെ ഇനി പോയിരുന്നു. ഞങ്ങൾ എൻ്റെ മൂത്ത അനിയൻ പാടുന്നതിനകത്ത് ഒരു വരി എൻ്റെ ഇളയ അനിയനെ എടുത്തുകൊണ്ട് അച്ഛൻ പോകുന്നു. അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, പ്രേംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ലജ്ജാവതി എന്ന് വേറൊരു സിനിമയും കൂടെ ചെയ്തിരുന്നു. വിചേട്ടാ സത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല, ലൈറ്റ്സ് ഓൺ കുറച്ച് ഉറക്കെ പറഞ്ഞു. സാധാരണ ഷൂട്ടിംഗ് സ്പോട്ടിൽ അങ്ങനെ പറയുന്നത് എല്ലാവരും ഒന്ന് അലേർട്ട് ആവാൻ, അത്രേ പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് ആ കൊച്ചു ബോധം കെട്ടു എന്ന് പറഞ്ഞു. പിറ്റേന്ന് പോയി. അപ്പൊ ഈ പാടുമ്പോൾ നേരെ ക്യാമറയ്ക്ക് നേരെ നോക്കി പാടത്തില്ല. അച്ഛൻ്റെ ഹൈറ്റിൽ, അച്ഛൻ്റെ 6'2" ഉള്ള ഹൈറ്റാണ്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പാടും. അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ പാടും. ക്യാമറ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കത്തില്ല ഞാൻ. എത്ര വയസ്സായിരുന്നു ഉർവശിക്ക്? എനിക്ക് 12, 13. ഇല്ല, അത്രയില്ല. ഇല്ല, ഞാൻ ഇവിടെ തന്നെ 5th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ ചെന്നൈ പോയില്ലേ. ഇതൊരു 3ാം ക്ലാസ് അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഇതൊരു ഷൂട്ടിംഗ് ആണെന്നും ഇതിങ്ങനെ വരാൻ പോകുന്നു ഒന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ട് 4 പതിറ്റാണ്ടിന് ശേഷം JB ജംഗ്ഷനിൽ ഇതിങ്ങനെ ഉർവശി ഇരുത്തിക്കൊണ്ട് കാണിക്കുന്നൊന്നും അന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും ഇല്ല. അയ്യോ, അതൊക്കെ മഹാത്ഭുതങ്ങളല്ലേ. ഒരിക്കലും ഇല്ല. ഞാൻ തന്നെ ഇത് കണ്ടിട്ട് എത്രയോ കാലമായില്ലേ, എത്രയോ നാളായി. വരട്ടെ, ഒന്നും കൂടി ഞാൻ കാണിച്ചാൽ
ഇത് ഞങ്ങൾ ചെന്നൈ താമസമാക്കിയതിന് ശേഷമുള്ളത്. അതിൽ ഞാൻ കൃഷ്ണനും കൽപ്പന ചേച്ചി രാധയും ഉർവശിയും കൽപ്പനയും കൂടിയുള്ളൊരു നൃത്തമാണ് ഉള്ളതാണ്. ഈ പിള്ളേർക്കെല്ലാം അത്ഭുതമായിരിക്കണം. ഈ ഉർവശി വലിയൊരു സംഭവമാണല്ലോ. അത് ഉരുപ്പെടാത്തത് കൂടെ ആയപ്പോ കുറച്ച് ഒരു ഇമേജ് സ്പോയിലായി. അത് ചെന്നൈയിൽ ഞങ്ങൾ താമസമാക്കി കഴിഞ്ഞിട്ട് അതില് വിദ്യാമേൻ അസിസാറുമാണ് ഹീറോയിൻസ്. ദിഗ്വിജയ് എന്നാ സിനിമയുടെ പേര്. അപ്പൊ അതില് ഒരു കുട്ടികളുടെ ഡാൻസിന്റെ ഒരു സംഭവം. അങ്ങനെ 1-2 പടം ചെയ്തു. ഷീലാമ്മ ഡയറക്ട് ചെയ്ത ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഉർവശി അന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയില്ലേ? 9th പഠിക്കുമ്പോ മുന്താനെ മുടിച്ചല്ലേ ചെയ്തത്? അതെ. ഇതൊക്കെ അതിനൊക്കെ ആദ്യം കണ്ടത് കഴിഞ്ഞ് ഒരു 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാ ഇത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പിള്ളേര് നോക്കും ഇങ്ങനെ. പക്ഷെ അവർക്കൊന്നും അതിന്റെ ഒരു ചെന്നൈയിൽ മലയാളം സിനിമകൾ അത്ര അങ്ങോട്ട് റിലീസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഒരു പ്രാധാന്യം തോന്നിയിരുന്നോ? ഞാനൊരു സിനിമയിലേക്ക് വന്ന ആളാണ്, അങ്ങനെ എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ക്യാമറയും ബഹളമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. ബാക്കി എല്ലാവരും അതുമായിട്ടങ്ങ് ശീലിച്ചു. എനിക്ക് പറ്റിയിട്ടേ ഇല്ല. ഞാൻ പഠിച്ച സ്കൂൾ പക്ഷേ സിനിമാ സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളാണ്. എന്ന് വെച്ചാൽ എല്ലാ ഭാഷയിലെയും സിനിമാ പ്രവർത്തകരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായിരുന്നു. അപ്പൊ എല്ലാം പരിചയക്കാരാ. അച്ഛൻ്റെ പരിചയക്കാരൊക്കെ ആകുമ്പോൾ വേറെ ഒരു ഇത് തോന്നിയിട്ടില്ല. ആരും അങ്ങനെ അങ്ങോട്ട് കൊണ്ട് കളിയാക്കൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. കുറേ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴേ ഉണ്ട്. അപ്പോൾ എനിക്ക് മുന്താനം പിടിച്ചും കഴിഞ്ഞ് എത്രയോ സിനിമ കഴിഞ്ഞ് മലയാളത്തിലൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. മുന്താനം മുടിച്ചതിന് മുമ്പ് 1-2 സിനിമകളിൽ അഭിനയിച്ചിരുന്നല്ലോ അല്ലേ? ആ സിനിമ പക്ഷെ പിന്നീട് റിലീസ് ചെയ്യാനൊക്കെ വളരെ വൈകി. ഒരുപാട് വൈകി. 1 വർഷത്തിന് മുമ്പ് ഒരു സ്കൂൾ സബ്ജക്ട് ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റുഡന്റ് ആയിട്ട് കാർത്തിക്കിന്റെ കൂടെ അഭിനയിച്ചിരുന്നില്ലേ? ആദ്യം മുന്താനം പിടിച്ചൊക്കെ ഏകദേശം ഒരേ സമയം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുന്താനം പിടിച്ചത്. അപ്പൊ ആ ഫിലിമിന്റെ റഷസ് ഇട്ട് കാണിക്കാൻ പറഞ്ഞപ്പോ AVM ഇട്ട് കാണിക്കാൻ പറഞ്ഞപ്പോ അതൊരു പഴയ പ്രൊഡ്യൂസർ ആയിരുന്നു. അതിൽ രേവതിയുടെ ഹസ്ബൻഡ് സുരേഷ് മേനോൻ ഫസ്റ്റ് ക്യാമറ, ബാലാജി സാറിന്റെ യൂണിറ്റ് ആണ്. ആ സെറ്റിൽ മഹാ കച്ചറയായിരുന്നു ഈ ഉർവശി എന്നാരോ പറയുന്നത് കേട്ടു. മൊത്തം കുഴപ്പമായിരുന്നു. ഇഡലി പിടിച്ചില്ല എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ അങ്ങനല്ല. എനിക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് എന്നെ ഇവര് പറഞ്ഞു വീട്ടിൽ പോകണം. അതാണ് നമ്മുടെ പ്രശ്നം. അതെ, അതിന് വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കും. അപ്പൊ കാർത്തിക് ദൂരെ, അദ്ദേഹം ഭയങ്കര ഹീറോ. അപ്പോ അദ്ദേഹം ദൂരെ നിന്നിട്ട് വേറെന്തോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ചിരിച്ച് സംസാരിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ എന്നെ പറ്റി എന്തോ പറഞ്ഞ് ചിരിക്കുകയാണെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകണമെന്ന് പറയും. എന്നെ പറ്റി ഉണ്ടായിരുന്നു. എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയാ. അപ്പൊ ആ ഡയറക്ടർ സീരിയസ് ആയിട്ട് കാർത്തികിനെ വഴക്ക് പറയും. അപ്പൊ അതൊക്കെ ചുമ്മാതെ എന്നെ പറ്റിക്കാനായിരുന്നില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നേ. പിന്നെ കാർത്തിക്, നിങ്ങൾ എന്താ ആ കുട്ടിയെ നോക്കി പറഞ്ഞത്? സാർ, ഞാൻ വേറെ സംസാരിച്ചപ്പോൾ അറിയാതെ കൈ ഇങ്ങനെ നീട്ടിപ്പോയതാന്ന് പറയും. അല്ലല്ല, എൻ്റെ നേരെ നോക്കി ഇങ്ങനെ തന്നെ നോക്കി അയാൾ സംസാരിച്ചെന്ന് ഞാൻ പറയും. ഉടനെ ഡയറക്ടർ പറയും, ആ കുട്ടിയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്. ശരി സാർ, അപ്പൊ ഈ കുട്ടി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടാവോ? ഇങ്ങനെ ചൂണ്ടാവും. അപ്പൊ എന്നെ അതൊക്കെ കളിയാക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്നോട് ചോദിക്കും, അമ്മ ഇപ്പടി കൈ കാട്ടല അമ്മ. ശരി, അപ്പടി കാട്ടലാം. உங்களுக்கு நேராக காட்டக்கூடாது. எனக்கு நேராக காட்டக்கூடாது. ശരി സാർ, ഞാൻ ഇங்கே വരയ്ക്കും കാട്ടും. അപ്പൊ ഇതൊക്കെ പറ്റിപ്പോണെന്നുള്ള കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഒരു ചളിപ്പ് ഇപ്പോഴും ഉണ്ട്. കാർത്തിക് ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കും, ഓർമ്മയുണ്ടോ ഞങ്ങൾ പറ്റിച്ചത്? ഞാൻ എനിക്ക് പറ്റിപ്പാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ പോയി. അതായിരുന്നു അതിന്റെ. അതായത് സിനിമയിൽ ഞാൻ യോജിക്കത്തില്ല എന്നൊരു തോന്നൽ എനിക്ക് കുറേ കാലം ഉണ്ടായിരുന്നു. പിടിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. എനിക്ക് എൻ്റെ സ്കൂളിൽ പോകണം തിരിച്ച്. എനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരാളല്ല ഞാൻ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സഹോദരിമാരൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു സിനിമയിൽ വരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ സിനിമയെ സ്നേഹിച്ചിരുന്ന കൽപ്പന ചേച്ചിയാണ്. കാരണം കൽപ്പനയുടെ അത്ര ഒരു കുട്ടി സ്റ്റാർ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ചേച്ചിക്ക് മുൻപും ചേച്ചിക്ക് പിൻപും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു കൊച്ചു കുട്ടിയുടെ സംസാരം കേൾക്കാൻ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അത്ര നല്ല സ്റ്റാറായിരുന്നു കൽപ്പന ചേച്ചി. ഭാഗ്യമല്ലെങ്കിൽ നമ്മുടെ ജീവിതരേഖയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ്. അപ്രതീക്ഷിതമാണ്, ആകസ്മികമാണ് ജീവിതം തന്നെ. ഉർവശി തന്നെ പണ്ട് 5 വർഷം മുമ്പ് ചിന്തിച്ച പോലെയല്ല ഇന്ന് ജീവിക്കുന്നത്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മുന്താനെ മുടിച്ചു. ഒരു പക്ഷെ അതിലൊരു ആ ഒരു പാട്ട് സീൻ അല്ലേ, എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ വൈറലായിരുന്നു. വൈറൽ എന്നുള്ള വാക്ക് അന്നില്ല. വലിയൊരു എന്താ പറയുക, എക്സ്പ്ലോഷനായിരുന്നു. തമിഴിൽ പരിമളമായി മാറി. കുറേ അതിന് ശേഷം കുറേ കുട്ടികൾക്ക് ഞാൻ തന്നെ പേരിട്ടിട്ടുണ്ട് പരിമള എന്ന്. പേരിടാൻ പല ഫംഗ്ഷനും പോകുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ ഇഷ്ടമുള്ളവരെ കൊണ്ട് പേരിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ മിസ് ചെയ്ത ആൺകുട്ടിക്ക് പരിമള എന്ന് പേരിട്ടിട്ടുണ്ട്.
ഉടുപ്പിട്ടിരിക്കുമല്ലോ, നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. ഒരു പേര് പറഞ്ഞപ്പോ അമ്മ നീங்க உங்களுக்கு പിടിച്ച പേര്. അപ്പൊ കുറെ ശീലമായി. ഇപ്പൊ പിള്ളേർക്ക് കുറെ പരിമളാന്ന് ഇട്ടിട്ട് കഴിഞ്ഞപ്പോ അവര് പറയുന്നത് അമ്മ അത് ആമ്പള പിള്ളേ, പിന്നെ എന്തോ ചെയ്യും, പറവാല്ല നാങ്ക അത് സേത്തിനൊരു പേര് വെച്ചുക്രോന്ന് പറയും. കുറെ കുട്ടികൾ ആ സമയത്ത് പരിമളാന്നുണ്ടായിരുന്നു. ഭയങ്കര ചേഞ്ചായിരുന്നു ആ ഫിലിം. പക്ഷെ ഇതൊന്നും അഭിനയിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസവും എങ്ങനെ ഈ സ്ഥലം വിടാന്നുള്ള ചിന്തയിലായിരുന്നിരുന്നത്. പക്ഷേ ഈ മുന്നാടൻ മുടിച്ച സിനിമ ഉർവശി അവിടെ ഒരുമാതിരി എന്താ പറയാ സൂപ്പർ സ്റ്റാറിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നുള്ള കാര്യമൊന്നും തലക്കുള്ളിലേക്ക് കയറിയില്ലേ? ഒരിക്കലും ഇല്ല. എന്നെ കുറിച്ച് ആദ്യമായിട്ട് വന്ന വിമർശനം എന്താ അറിയാവോ? ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിനകത്ത് വൈദ്യരുടെ ക്യാരക്ടർ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഫ്രീലാൻസറാണ്. അന്നേ പത്രങ്ങൾക്കൊക്കെ ന്യൂസ് കൊടുക്കുന്ന ആളാണ്. ഫയൽവാൻ രംഗനാഥൻ എന്തോ ആണ് പേര് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു 4 വരിയാണ് ദിനത്തന്തി പേപ്പറിൽ ആദ്യമായിട്ട് എന്നെ കുറിച്ച് വരുന്ന ഒരു വിമർശനം. എന്ന് വെച്ചാൽ ഒരു ഗോസിപ്പ് പോലെ വന്നത്. പുതിയതായിട്ടൊരു നായിക വന്നിട്ടുണ്ട്, സ്കൂള് ഫിനിഷ് ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര അഹങ്കാരിയാണ്, ഡയറക്ടർ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലായി. പക്ഷെ എന്താ അറിയാമോ, ഞാൻ ഈ പറഞ്ഞ പോലെ 7 മണിയാവുമ്പോൾ ചോറുണ്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങും. അതൊരു ഗ്രാമമല്ലേ. അപ്പൊ അതുവരെ സ്കൂളിൽ പോയിട്ട് വന്ന് നമ്മള് ചിത്രഗീതം മാത്രമേ ഉള്ളൂ 7 മുതൽ 7:30 വരെ. അപ്പൊ അവിടെ നിന്ന് ആഹാരം കഴിക്കും, ടിവിയുടെ മുമ്പിൽ നിന്ന് ഉറങ്ങും, ആരെങ്കിലും എടുത്തോണ്ട് പായ കൊണ്ടുവന്ന് കിടത്തി. ഇതല്ലേ ശീലിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ 9:30 മണി 10:30 മണി 11 മണി വരെയൊക്കെ രാത്രി ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ ആ ചിന്നഞ്ചിറകിളി എന്നൊരു പാട്ടുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് പാടുന്ന ഒരു പാട്ട്. 21 ദിവസം എടുത്തു ആ പാട്ട് തീരാൻ. കാരണം ഞാൻ പോയി കിടന്ന് ഉറങ്ങും, ഉറങ്ങിയിട്ട് ഉറക്കത്തെ വിളിച്ചാൽ ഞാൻ കരയും. അപ്പൊ ആ പാട്ടെടുക്കുമ്പോൾ 2-3 ദിവസം അതെന്റെ ഫാമിലിയിൽ എല്ലാവരും, കൽച്ചേച്ചി ആവട്ടെ, അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ അച്ഛനും അമ്മയും നാടകത്തിലായതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരുന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് രാത്രി ലേറ്റ് ആവും. രാവിലെ കിടന്നുറങ്ങുന്ന ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഡയറക്ടർ. പരിമളം ഒരുപക്ഷെ ശരാശരി തമിഴ് യുവാക്കളുടെ ഹരമായി മാറി. ഒരുപാട് പ്രണയലേഖനം വന്ന് കിട്ടിയിരുന്നു ഉർവശിക്ക്. എനിക്കോ? ഒരുപാട് പേര് കത്തെഴുതി അന്ന്. ഒരു കൊച്ചു കുഞ്ഞാന്നുള്ള കാര്യമൊന്നും പലർക്കും മനസ്സിലായില്ല. ലെറ്റേഴ്സ്, ഒരുപാട് ലെറ്റേഴ്സ് വരുമായിരുന്നു. അതൊക്കെ എന്റെ ചിറ്റപ്പനായിരുന്നു തിരിച്ചെഴുതുന്നത്, എന്റെ പേരിൽ എഴുതുന്നതൊക്കെ. വെച്ചിട്ട് എഴുതുന്നത്. അതൊക്കെ എന്തൊക്കെ മറുപടി എഴുതിയിട്ടുള്ളത് വായിക്കാൻ തന്നോ? ചിലതൊക്കെ തരും, നല്ലതൊക്കെ വായിച്ചപ്പോ ഒരു രസം തോന്നിയോ? അല്ല, നമുക്ക് ഇപ്പൊ പേടിയാവും. ചിലരൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഞാൻ കാതലിക്കറേ എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആവുമ്പോ അങ്ങനെ ഒരു സീരിയസ് അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ വരുകേ എന്നൊക്കെ പറയുമ്പോ എനിക്ക് പേടി. വീട്ടിലുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ മിക്കവാറും ലെറ്റേഴ്സ് ചിറ്റപ്പനും അമ്മയൊക്കെ ഇരുന്ന് തിരിച്ചെഴുതി. കണ്ടിപ്പാ എന്നുடைய പടങ്ങളെ പാറുങ്ങൾ, കാതലിപ്പതർക്ക് എനിക്ക് ഇന്നും വയതാകവില്ലേ, മന്നിത്ത് വിടുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മറുപടി എഴുതും. അന്ന് വല്ലോ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഉർവശിയുടെ മൊബൈൽ ഫോണിന്റെ വാട്സപ്പ് ഒക്കെ അടിച്ചുപോയി. ശരിയാണ്. അന്ന് സിനിമയ്ക്ക് ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് ഈസിയായി സിനിമ എന്ന് പറഞ്ഞ സംഗതി ഒരു വലിയ വിസ്മയമൊന്നുമല്ല. അപ്പോൾ പ്രത്യേകിച്ച് തമിഴ് അത്വസൊന്നും സിനിമയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓഡിയൻസ് ഉള്ള. അത് 1 വർഷം ഓടിയ പടം നിറഞ്ഞോടി. എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷെ ഒരു വ്യത്യസ്ത ചിത്രമായിരുന്നു. തമിഴിന്റെ ഒരു ഗ്രാമീണത മുഴുവൻ ഒപ്പിയെടുക്കുന്ന, ഒരു നിഷ്കളങ്കത ഒപ്പിയെടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഓടി, തെന്നിന്ത്യയിൽ മുഴുവൻ ഓടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മുന്താണെ മുടിച്ചു. അതിനുശേഷമാണ് ഉർവശിയെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു താരോദയമാണ് അവിടെ മുന്താണെ മുടിച്ചു. ഒരു മലയാളി തമിഴിൽ പോയി വലിയ വിസ്മയം തീർക്കുന്നു. മലയാളിക്ക് മാറി നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉർവശി മലയാളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. 2 വർഷം കഴിഞ്ഞു വന്നപ്പോ 85 എൻഡിലാണ്. 85 വരുന്നത്. ബാലചന്ദ്രമേനോന്റെ സിനിമയല്ലേ എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി. അതിലാണ് ആദ്യം വരുന്നത്. പക്ഷെ റിലീസായത് നിറക്കൂട്ടാണ്. അത് റിലീസായ മമ്മൂട്ടിയുടെ കൂടെയുള്ള ജോർജ് സാറിന്റെ പടം. സാറിന്റെ കുറച്ചുകൂടെ ലേറ്റായി റിലീസായപ്പോ. അങ്ങ് അത് കഴിഞ്ഞ് കരിമ്പിൻ പൂനക്കരെ. മമ്മൂട്ടിക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ കുറെ കൂടെ ചെറുപ്പക്കാരനായി. അതാ കുശുമ്പ് കാണുമ്പോഴൊക്കെ നമുക്ക്. ഉർവശി വലിയ മാറ്റം ഉണ്ടോ? അത് എന്നോടുള്ള താല്പര്യമുള്ളവരെ വിഷമിപ്പിക്കണ്ടല്ലോ, സന്തോഷമായിട്ടിരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ പക്ഷെ ഞാൻ അപ്പോൾ ഞാൻ പറയാം, ഒരു 7-8 വർഷത്തിന് മുമ്പ് അഭിനയിക്കുമ്പോഴും ഇടയ്ക്ക്
തടി വയ്ക്കും, ഇടയ്ക്കും മെലിയും, അങ്ങനെ കണ്ടു ശീലിച്ചു. ഉർവശിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇല്ല, ഞാൻ എൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ബോധറായിട്ടില്ല. ഉർവശി സാധാരണ സിനിമാതികളൊക്കെ ഡയറ്റിങ്, അത് ഇത് ത്രെഡ്മില്ല്, അങ്ങനെ സീറോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല പല പരിപാടികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ബാധകമല്ല. ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം അമ്മയുടെ വീട്ടിൽ വന്നാൽ അവിടെ അത് ചോറും മീൻകറിയും എല്ലാം വെച്ച് വൃത്തിയായിട്ട് ഉണ്ണും, അടിച്ചു വിടും. ഒരു കോംപ്രമൈസ് അതിലില്ല. ശരീരം നോക്കണം, ശരീരമൊക്കെയാണ് പ്രധാനം, സിനിമയിലെ ഗ്ലാമറാണ് പ്രധാനം. നമുക്കത് ബാധകമല്ല. അല്ല, അതാണ് ഇങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഗ്ലാമർ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ക്യാരക്ടേഴ്സ് അല്ലല്ലോ ഞാൻ ചെയ്തത്. അങ്ങനെ നോക്കിയിട്ട് എന്നെ കൊണ്ട് ആരും പടം ചെയ്യിച്ചിട്ടുമില്ല. സ്റ്റാർട്ടിങ് സമയത്ത് ചില കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഗ്ലാമറിന് വേണ്ടിയുള്ള പടങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഉർവശി അപ്പോഴേക്കും ഒരു പക്വതയുള്ള നടിയായി മാറിക്കഴിഞ്ഞു. എനിക്കൊന്ന് ക്യാമ്പസുകളുടെ ഹരമായി ഒരു പ്രണയ നായികയുടെ പദവിയിലേക്ക് ഉർവശി എടുത്തുയർത്തപ്പെട്ടു. സുഗമോ ദേവി ഈ സിനിമയാണ് ശരിക്കും പറഞ്ഞ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക് ലീഡ് ചെയ്തത്. കാരണം അതുവരെ ചെയ്ത എല്ലാത്തിലും എപ്പോഴും കരച്ചില്. മേനസാറിന്റെ പടത്തിലും എപ്പോഴും കരയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നിറക്കൂട്ട് ഭയങ്കര ഒരു വെഞ്ചൻസുമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കരിമ്പിരിമ്പൂനക്കരെ മുഴുവൻ ദുരിതം, അങ്ങനെ ഒരു റോളായിരുന്നു. പക്ഷെ സുഗമോദേവിയാണ് കരയുന്നതിന് വളരെ എളുപ്പമാണ് ഉർവശിക്കുന്നാലോ പറഞ്ഞു. പെട്ടെന്ന് ഏങ്ങലടിക്കാനും കരയാനൊക്കെ ഉള്ള ഒരു വൈഭവം, ആ കാര്യത്തിലൊക്കെ വളരെ സൂപ്പർ പെർഫെക്ഷനാണ്. ക്യാമറ റെഡി ആയി കഴിഞ്ഞ് ഇപ്പൊ കരണ്ട സീനാണ്, ആ ഒരു സെക്കൻഡ് കൊണ്ട് ഉറപ്പിച്ച് കരഞ്ഞു കളയും. അതെ, ഗ്ലിസറിനിട്ട് കരഞ്ഞത് കുറവാണ് ജീവിതത്തിൽ. ഞാൻ സിനിമകളിൽ കരയുന്നത് എനിക്ക് എന്താ അറിയോ, അഭിനയിക്കുക എന്ന് പറയുന്നതല്ല, എനിക്കറിയാവുന്ന പോലെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അഭിനയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ആ മുഹൂർത്തം തിരിച്ചറിഞ്ഞിട്ട് അഭിനയിക്കും. അപ്പോഴെന്താണോ ഞാൻ ചെയ്തത് അതായിരിക്കും എന്റെ അഭിനയം എന്നല്ലാതെ അത് ഇങ്ങനെ അവിടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല സാമ്പാറും മീൻകറിയും ഒക്കെ അടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ വിളിച്ചിട്ട് പറയാൻ പോകുന്നു, ഇവിടെ ഇതാ വലിയൊരു സീനാണ്, ആ സീനിൽ പൊട്ടിക്കരയേണ്ട രംഗമാണ് എന്ന് പറയുന്നു. കുറച്ച് ഗ്ലിസറിനൊക്കെ തേച്ചേക്കാം, എങ്കിൽ പോലും മുഖത്തിന്റെ ഭാവങ്ങൾ അതനുസരിച്ചാകണം. എങ്ങനെ ഉർവശിന്റെ മാനസികമായി തയ്യാറെടുക്കുന്നത്? എനിക്ക് അങ്ങനെ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് കുറേ മുൻപേ തന്നെ ഇങ്ങനെ സീനിങ്ങനെ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെയൊക്കെ ഞാൻ ടെൻസ്ഡ് ആവും. ഇത് ശരിയാവോ അത് ശരിയാവോ എന്നൊക്കെ തോന്നുന്നു. ആ സ്പോട്ടിൽ എനിക്ക് ഒരു ടേക്കിൽ ചെയ്തത് അടുത്ത ടേക്കിൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞാലേ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. എനിക്കറിയില്ല ആ സമയത്ത്. ഞാൻ ഇപ്പോഴും ഞാൻ മോണിറ്റർ നോക്കൂല. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റും ഒരു ടേക്ക് കഴിഞ്ഞിട്ട് പോയി മോണിറ്റർ പോയി നോക്കും കറക്റ്റാണ്. എനിക്കത് പറ്റില്ല, ഞാൻ കോൺഷ്യസ് ആവും. പിന്നെ ഒരു റീമേക്ക് ഫിലിം ചെയ്തു, തമിഴിലൊരു പടം ചെയ്ത് ഭയങ്കര ഹിറ്റായി. എന്നിട്ട് അവർ കന്നഡത്തിലെടുത്തു, ഞാനും സുഹാസിനെയൊക്കെ കന്നഡത്തിലെടുത്തു അത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, മേഡം നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഈ മോണിറ്റർ ഇല്ലാതെ ഞാൻ പറഞ്ഞൊരു 20 years മുമ്പ്. അപ്പോൾ അത് കാര്യം ചെയ്യുന്നു പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ തിയേറ്ററിൽ അത് ഇട്ട് കാണിച്ചു ആ സീനിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ സത്യത്തെ എനിക്കപ്പോൾ ചൊറിഞ്ഞതാ ഇവിടെ, അതുകൊണ്ട് ചൊറിഞ്ഞു പോയതാ. ഇപ്പൊ അതേപോലെ ചൊറിഞ്ഞാലേ എനിക്ക് ചൊറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചുമ്മാ ഇങ്ങനെ ചൊറിയാതെ വെറുതെ എങ്ങനെ ചൊറിയാൻ പറ്റും? അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ വേണം. അത് ரொம்ப നാച്ചുറലായിരുന്നു. അല്ല, അവർ നാച്ചുറലായിട്ട് അങ്ങനെ നമ്മൾ മനഃപൂർവ്വം ഒരു ലെങ്തി സീനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എനിക്കൂടെ ചൊറിഞ്ഞു ശരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാൾ പറയുന്നത് അതുപോലെ സംസാരിക്കാനാ പറയുന്നത്. ഞാനോ? അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെങ്ങനെയാണെന്നനുസരിച്ചിരിക്കും. അങ്ങനല്ല, എനിക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കിഷ്ടമുള്ളവർ വേറൊരാൾ ചീത്ത പറഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാക്കും. അതാണ് കൂടുതൽ വഴക്കുണ്ടാക്കാനുള്ള ഉദ്ദേശം. സുഗമോദേവിയിൽ വേണു നാഗവള്ളി എനിക്ക് തോന്നുന്നു ഉർവശിയുടെ ജീവിതത്തിലുടനീളം ഒരു സ്വാതന്ത്ര്യമായി, ആശ്വാസമായി, സൗഹൃദമായി, ഒരു തണലായി വേണുചേട്ടനുണ്ടായിരുന്നു. വേണുചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ വേണുചേട്ടനെ കാണുന്നത്, എൻ്റെ അമ്മയും വേണുചേട്ടനും ഒരുമിച്ച് ആകാശവാണി വർക്ക് ചെയ്തിരുന്നവരാ. അപ്പോൾ വേണുചേട്ടൻ ഒരു സ്കൂട്ടറെ കൊണ്ട് നല്ല മുടിയൊക്കെ വളർത്തി നല്ല സുന്ദരനായിട്ടൊരു വേണുവെങ്കിൽ വന്നിറങ്ങും വീട്ടിൽ. അമ്മയ്ക്ക് പ്രോഗ്രാം പറയാം. കാരണം അമ്മ നാടകത്തിന് പോകുന്നുണ്ട്, അമ്മയും അച്ഛനും ഒരുമിച്ചാണ് നാടകം ചെയ്തിരുന്നത്. ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ നാടകമുണ്ട്. അപ്പം ജോലി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും. ഇന്ന് വിജയലക്ഷ്മി ഇന്ന് വരണമെന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ പോയി വെളിച്ചേട്ടൻ പുറകെ, ഞാനും കൽപ്പന ചേച്ചിയുടെ സ്കൂട്ടറിൻ്റെ പുറകെ ഇരിക്കും ബലമായിട്ട്. ഞങ്ങളെ കൊണ്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടേ വരാൻ പറ്റൂ. അന്നും പോലുള്ള അടുപ്പമാണ് വേണുചേട്ടനായിട്ട്. സിനിമയിൽ പിന്നെ വേണുചേട്ടൻ കഥ എഴുതുമ്പോൾ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടേ എഴുതും. ആ വേണുചേട്ടൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും മാനറിസം സംഗതികളും ഒക്കെ ഞാനായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് പറ്റാത്ത ചില പടങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഹീറോയിൻസ് അഭിനയിച്ചിട്ടുള്ളൂ. അല്ലാത്ത എല്ലാം
പിന്നെ എൻ്റെ അമ്മ മനുഷ്യൻ്റെ തന്നെ കോമ്പിനേഷൻ ആയിരുന്നല്ലോ. ഉർവശിക്ക് വളരെ വിരലിലുണ്ടാവുന്ന അത് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സിനിമയിൽ സൗഹൃദങ്ങളുള്ളൂ, വളരെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സൗഹൃദം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ. തീർച്ചയായിട്ടും അദ്ദേഹം അവസാനം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഞാൻ കണ്ട മനുഷ്യരിൽ എത്ര കോടി രൂപ കൊടുത്താലും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തൊരു മനുഷ്യൻ. അടിമുടി മാന്യനാണ്. മാന്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആത്മാർത്ഥതയും മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ. കുറേ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, നമുക്ക് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പൈസ തൽക്കാലം എടുത്തിട്ട് വയ്ക്കുള്ളൂ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ. അത് വളരെ അപൂർവമാണ് സിനിമയിൽ. ഒന്നിനു വേണ്ടിയും സ്വന്തം വ്യക്തിത്വം പണയം വെക്കാത്തൊരു മനുഷ്യനായിട്ട് ജീവിക്കുക, പിന്നെ മനസാക്ഷിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഞാൻ എന്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ആദ്യം വേണിച്ചേട്ടനെയാണ് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേണിച്ചേട്ടൻ്റെ ഒരു വിയോഗം ഈ കോപ്രായങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും അല്ലേ? സഹിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് മറ്റുള്ളവർ ഇപ്പം പാർവതിയും ജയറാമും ഞാനും ഒക്കെ ഒരു ഫിലിം ചെയ്തു ഒരുമിച്ച്, സ്വാഗതം. അപ്പൊ പാർവതിക്കൊക്കെ പ്രണയം തുടങ്ങി വരിക ജയറാമൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു നമുക്ക് മനസ്സിലായത്. പിന്നെ ഞാനല്ലേ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അവർ കുറെ ചീത്ത പ്രോത്സാഹിപ്പിക്കില്ലേ. പിന്നെ അന്നതൊക്കെ പറഞ്ഞു കൊടുത്തോ? എനിക്ക് പിന്നെ അന്ന് പ്രണയം എന്നുള്ള സംഗതികളൊന്നും അറിയാൻ വയ്യ. എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് പരാജയം തന്നെ ആയിരുന്നു എന്ന് പറയാം. കാരണം എന്താ അറിയാമോ, ഇങ്ങനെയൊക്കെ വളരെ നാണിച്ച് കുറെ നേരം ഒന്നും ഇരിക്കാൻ എനിക്ക് പറ്റൂല. ഒരാളെ കുറെ നേരം സൂക്ഷിച്ചു നോക്കി എനിക്ക് ചിരി വരും. എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു? അതെ അതെ അതെ. പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ജയറാം അടുത്തിരുന്നിട്ട് ഞാൻ പാർവതിയെ വിളിച്ചു കൊടുക്കും, അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ഞാൻ പൊടിയാണ് അമ്മ ഒന്ന് കൊടുക്കുക, അശ്വതിയുടെ എന്ന് പറഞ്ഞാൽ കൊടുക്കും. എന്നിട്ട് ഞാൻ ജയറാമിന്റെ കൊടുക്കും. പിന്നെ പറഞ്ഞ മേലെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് പൊടിയാണ്ടത് മൊത്തം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവരുടെ ചില ചെറിയ റൊമാൻസ് സംഗതികളൊക്കെ പറയുമ്പോ ഡയലോഗ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പാർവതി തെറ്റ് ചെയ്താൽ വേണിച്ചിട്ട് എന്നെ ചീത്ത പറയും. മോളെ എന്താ ശ്രദ്ധ ഇവിടെ അല്ലല്ലോ, അവരെയാ പറയുന്നേ. അപ്പൊ ഔട്ട്ഡോറിൽ കുറെ ആൾക്കാരുടെ മുമ്പിൽ ഞാനല്ല വേണിച്ചേട്ടാ അവളാണ് സംസാരിക്കുന്നത്. നിന്നോട് പറഞ്ഞ ഡയലോഗ് നീ എന്താ തെറ്റിച്ച, ഞാൻ കറക്റ്റായിട്ടാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. മര്യാദക്ക് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ ഇവിടെ പറയുന്നേ. പക്ഷെ എന്നെ നോക്കി ചീത്ത പറയും. അവിടെയാണ് ലക്ഷ്യം. അങ്ങനെ ആര് മിസ്റ്റേക്ക് ചെയ്താലും എന്നെ വഴക്കും. എന്നോട് വലിയ സ്വാതന്ത്ര്യമായിരുന്നു വിളിച്ചെന്ന്. വെളിച്ചെണ്ണ പടത്തിന് വരുമ്പോൾ വേറെ ഏതെങ്കിലും പടത്തിന് നമ്മൾ ഡേറ്റ് കൊടുത്താൽ വിളിച്ചാൽ പിന്നെ കുറെ നാൾ മിണ്ടാതിരിക്കും. എന്നോട് മോളൊന്നും സംസാരിക്കണ്ട. ദേഷ്യം വന്നാലും അടക്കാൻ പറ്റാത്ത അത്ര ദേഷ്യം വരുന്നൊരു മനുഷ്യനാണ് അനുസരിച്ച്. എന്നോട് അഭിനയിക്കാൻ പറയത്തില്ല, ഞാൻ സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുക പറയുമ്പോഴും മോൾ അഭിനയിക്കാനൊന്നും ശ്രമിക്കണ്ട, മോള് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചാൽ ജീവിതത്തിൽ സാധാരണ പെരുമാറുന്ന പോലെ പെരുമാറിയാൽ മതി. അതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ അത്ര നന്നായി. ലാൽസലാം ഒരുപക്ഷെ ആ സിനിമ വലിയൊരു വഴിത്തിരിവായിരുന്നു. കേരളത്തിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ നഖചിത്രം കൂടിയായിരുന്നു. ഇന്ന് അഭിനയിക്കാനോ ഉർവശി എങ്ങനെ അഭിനയിക്കുന്നു? നീട്ടിക്കരയോ? ഇല്ല, അറിഞ്ഞൂടാ. ഇന്ന് എങ്ങനെയാണോ വരുന്നത് ആ സമയത്ത് അത് ഒരുപാട് ക്രൗഡിന്റെ ഇടയ്ക്കാണ്. അത് ആ സീനിൽ എങ്ങനെ അഭിനയിക്കണമെന്നൊന്നും നേരത്തെ ഒന്നും പറയത്തില്ലല്ലോ. ഒരുപാട് ആൾക്കാരാണ് ചങ്ങനാശ്ശേരിയിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പം. വണ്ടി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളെ വേഗം വന്ന് അവിടുന്ന് കാറിൽ ഇറങ്ങി വന്നിട്ട് ഈ ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ആക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചാന്ന് വിളിച്ചോണ്ട് ഓടി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഉർവശി ഒന്ന് മോഹൻലാൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു മൂഡിലാണ്. ഞാനൊരു ഒറ്റ കരച്ചില്ല, എൻ്റെ അപ്പച്ചാന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ സംഗതി ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു മടിയില്ല. ഇല്ലല്ലോ, അവര് മേടിച്ചിട്ട് ചീത്ത പറയുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ടാ ഇപ്പൊ എല്ലാവരും നോക്കുന്നു അങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചാൽ വഴക്ക് പറയും. അപ്പൊ അത് നല്ല ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീനാണ്. ഇതിൽ ഒരു പള്ളിയിൽ കുറേ സ്റ്റെപ്സ് ഉള്ളൊരു പള്ളി, കരുനാപ്പള്ളിയിൽ. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ലാലേട്ടനും മുരളിച്ചേട്ടനും താഴെ കാറും കൊണ്ട് വരും. ഞാൻ ആ സ്റ്റെപ്സ് ഓടി ഇറങ്ങണം. ഫുൾ സ്കർട്ടാണ്. ഇന്ന് എനിക്ക് ആ ഷോട്ട് കാണുമ്പോൾ എനിക്ക് ഞെട്ടലാത്. എനിക്ക് തോന്നുന്നൊരു 1 മിനിറ്റോ 1.5 മിനിറ്റ് സ്പീഡിൽ ആ പടത്തിൽ കാണുന്ന സ്പീഡാണ്. ഓടിയങ്ങ് ഇറങ്ങിയിട്ടും തീരുന്നില്ല പടി. വേഗം ഇറങ്ങി ഓടി വണ്ടി കയറുന്നതായിട്ടാ ഒരു ഷോട്ട്. അടിച്ചോട്ട് പോവാണ് അല്ലേ? അവരുടെ കൂടെ കയറി പോകുന്നതായിട്ടാ. അന്നമ്മയെ തട്ടിക്കൊണ്ട് പോവാണ്, അന്നമ്മ ഒളിച്ചോടുകയാണ്. അപ്പൊ ഞാൻ ശരിക്കുള്ള അന്നമ്മയുടെ വീട്ടിൽ താമസിച്ചോണ്ട് ആ പടം മുഴുവനും ഷൂട്ട് ചെയ്ത്. ഞാൻ ചെയ്ത ലൈവ് ക്യാരക്ടർ ഉണ്ട് അവിടെ ഉണ്ട്, ചെറിയച്ഛൻ്റെ അമ്മ. അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച പിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ അമ്മ പറയും. അപ്പൊ ഈ സിനിമയെ കാണിച്ചതിനേക്കാൾ വളരെ ദുർഘടമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രേമവും ഇറങ്ങി വരവും ഒക്കെ. അതെ, അതായത് ജയിലിന്റെ ഒരു ഓട്ടയിലൂടെയൊക്കെ പിന്നെ കാമുകിയെ കാണണ്ട അല്ലെ, ആ ഒരു സാഹചര്യമൊക്കെ എനിക്കൊന്ന് ചെറിയ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങള്. അപ്പൊ അമ്മ പറയും അന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ ഈസി ആയിട്ട് എല്ലാം നടക്കുന്നു. അതെ, ഇന്ന് നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും പ്രണയിക്കാം. അന്ന് ഞങ്ങളുടെയൊക്കെ പ്രണയം എന്ത് ദുഷ്കരമായിരുന്നു എന്ന് പറഞ്ഞു തന്നു.
അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു എന്നെ പൊടിയമ്മ എന്ന് വിളിക്കുന്ന വളരെ അപൂർവം പേരിലൊരാളാണ് അമ്മ. അമ്മക്ക് ചിത്രേ ഉള്ളൂ അമ്മ കാണാൻ. വേണുനാഗവള്ളിയുടെ ഒരുപാട് സിനിമകൾ എനിക്ക് തോന്നുന്നു ഉർവശിയെ വേറൊരു തലത്തിലേക്ക് മാറ്റി. എന്താ കാരണം വെച്ചാൽ സർവ്വസ്വതന്ത്രയായിട്ടുള്ള ഒരു അഭിനേത്രിയായിട്ടാണ് വേണുനാഗവള്ളി ഉർവശിയെ അങ്ങ് അഴിച്ചു വിടുമായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി. വലിയൊരു സൗഭാഗ്യമായിരുന്നു ആ ഒരു സൗഭാഗ്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപക്ഷെ കൊണ്ടുവരേണ്ട ഒരാളുണ്ട്, വരട്ടെ. എനിക്ക് പൊടിമോളിൽ ഏറ്റവും ആകർഷിച്ച ഒരു ഫിനോമിനൻ തന്നെ പറയാം. പൊടിമോൾ ഭയങ്കര സ്മാർട്ടാണ്, വെരി ബോൾഡ്. പക്ഷേ സ്മാർട്ടും ബോൾഡ്നെസ്സിന് സാധാരണ നമ്മൾ അഹങ്കാരം എന്നുള്ള ലേബിൾ വരും. പക്ഷേ ഇത് പൊടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ലാളിത്യമാണ്. പൊടിമോൾ എല്ലാവർക്കും അറിയാം. ഗണേശൻ്റെ എത്രയോ സിനിമകളിൽ പൊടിമോൾ നായികയായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും പൊടിമോളോട് എനിക്ക് ചോദിക്കാനൊരു ചോദ്യം, പൊടിമോൾ ഒരു പക്ഷേ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ചേച്ചി എന്നിടയ്ക്ക് പറഞ്ഞു, സാധാരണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ബോൾഡ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലെ അഹങ്കാരമായിട്ടാണ് ആൾക്കാർ കാണുമെങ്കിലും ഉർവശി അതിനെ ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ ഒരു ലാളിത്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതെങ്ങനെ, ആ ഒരു പ്രക്രിയ എങ്ങനെയാണ്? അഹങ്കാരമാവാൻ ഒക്കില്ല ബ്രിട്ടാസ്. എന്താ അറിയാവോ, ഞാൻ കുഞ്ഞിലെ കണ്ടവരാണ് മലയാള സിനിമയിൽ എല്ലാവരും. എന്നെ അറിയാവുന്നവർ, എനിക്കറിയാവുന്നവരെന്നുള്ളതിനെ കൂടുതൽ എന്നെ അറിയാം. നമ്മൾ പിച്ച വെച്ചതാണ് ആണ്. എന്നോട് എല്ലാവരും വാത്സല്യമായിട്ട് സ്നേഹമായിട്ടും പെരുമാറിയിട്ടുണ്ട്. വഴക്ക് പറയുന്ന പോലും ആ വാത്സല്യത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ എത്രയോ നാളെനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് സംസാരത്തിലൊരു കൊഞ്ചൽ വന്നു പോകും. കാരണം ഇവരെല്ലാം ആ രീതിയിലാണ് നോക്കിയിരുന്നത്. ഞാൻ വീട്ടിലും ഇളയതാണ്. അപ്പോൾ പൊടിമോളേന്ന് വിളിച്ച് പെരുമാറുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സിനിമാതാരമായിട്ട് പെരുമാറാൻ പറ്റില്ല. അപ്പോൾ അതങ്ങ് ശീലിച്ചു പോയി. എല്ലാ അമ്മയുടെ പരിചയക്കാരും അച്ഛൻ്റെ പരിചയക്കാരും അങ്ങനെയൊക്കെയല്ലേ. ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുന്നത്. ബാക്കി എല്ലാവരും നേരത്തെ അറിയാവുന്നവരാണ്. വ്യവസായം നമ്മുടെ കുടുംബമായിരുന്നു, സിനിമ വ്യവസായം. തീർച്ചയായിട്ടും. ഇപ്പം ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരുപക്ഷെ സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ പൊടിമോള് എന്താകുമായിരുന്നു? എന്താ തീരെ കൊച്ചിലെന്ന് പറയുന്നത് അമ്മയാണല്ലോ റോൾ മോഡൽ. അമ്മ നല്ല സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അമ്മയെ പോലെ ആവണം എന്നുള്ളതാണ് തീരെ കുഞ്ഞിലേ മുതൽ. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ സ്കൂളിൽ വിടുന്നത് വരെയും ഇപ്പോഴും എനിക്ക് ടീച്ചർ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ടീച്ചറിൻ്റെ മുമ്പിൽ അച്ഛനും അമ്മയൊക്കെ വളരെ വിനയമായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കുന്ന കുട്ടികളൊക്കെ ടീച്ചറിൻ്റെ മുമ്പിൽ കൈ കിട്ടി ടീച്ചർ എന്നൊക്കെ പറയുന്നു. പിള്ളേരുടെ ഭാഗ്യം. ഓക്കെ, അടുത്ത് ഇതിന് പകരത്തിന് വരെ ഞാൻ ടീച്ചറാവും. ആവോ? നല്ല കാര്യം. ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എല്ലാം ഫാക്കൽറ്റി ആയിട്ട് പലയിടത്തും പോയി പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ ഉറച്ചിക്കുന്നുണ്ട് സ്കൂളിൽ അറ്റാച്ച് ചെയ്ത് തരട്ടെ ഒരു വിസിറ്റിംഗ് ടീച്ചറായിട്ട്. ഒരു ജോലി കിട്ടിയിട്ട് ഇവിടെ 4 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ സ്വഭാവം. ഒരു ജോലി കിട്ടിയിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ല സത്യത്തില് ടീച്ചർ. പിന്നെ വേറെ ഏതെങ്കിലും ഉദ്യോഗം ഉർവശിയെ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ പിന്നെ പലരും വക്കീലാവാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതാണ് ഏറ്റവും നല്ല പണി. വേണ്ട, കേസ് ഒരുപാട് തോറ്റു കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഒരിക്കലും പറ്റില്ല എന്നുള്ള മനസ്സിലായി. കാരണം നമുക്ക് കുറച്ചൊരു എന്താ പറയുന്നത്, നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി വരെ വക്കീൽ തന്നെയല്ലേ ബാധിക്കുന്നത്. അപ്പൊ ആ ഒരു ജോലി എനിക്ക് പറ്റില്ല. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ടീച്ചർ എന്ന് പറയുന്നതിനോട് വലിയ ബഹുമാനം എനിക്ക്. കാരണം ഏത് വലിയ ഉദ്യോഗം നോക്കുന്നതിനും 1ാം ക്ലാസ്സിൽ പഠിച്ചു വേണമല്ലോ വരാൻ. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു ഗുരുവിൻ്റെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഒരാൾ വളർന്നു വരുന്നത്. പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ, അതാണൊരു തട്ടകം. ഉർവശി മലയാള സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഉർവശി മാറി. മാത്രമല്ല ഉർവശിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, സാധാരണ ഇതിലൊരു സിനിമയിൽ ഇന്നൊക്കെ ആൾക്കാർ നായികമാർ വളരെ ചൂസിയാണ്. എന്താ കാരണം വെച്ചാൽ ആരാണ് നായകൻ, ആരാണ് എൻ്റെ ഒപ്പം അഭിനയിക്കുന്ന മറ്റ് നടികൾ, എത്രത്തോളം ഉണ്ട് സ്ക്രിപ്റ്റിൽ എൻ്റെ സ്ഥാനം, ഇതൊന്നും ഉർവശി ശ്രദ്ധിച്ചിരുന്നില്ല. ഒരുപാട് നായികമാരുള്ള സിനിമയിൽ ഉർവശി വളരെ കൂളായിട്ട് അഭിനയിച്ചു. ചെറിയ കുശുമ്പും കുന്നായ്മയും കുനിഷ്ടൊക്കെ ഇല്ലേ മനസ്സിൽ? സത്യമായിട്ടും നിർമ്മലമായതുകൊണ്ടൊന്നുമല്ല. കാരണം ഞാൻ തന്നെ ഇതിനകത്ത് യോജിച്ച ആളല്ലാന്നൊരു തോന്നൽ മനസ്സിലുണ്ട്. പിന്നെ എന്നെ ഇവരെന്തിനു വിളിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം കിടപ്പുണ്ട്, അത് കിടപ്പുണ്ട്. പിന്നെ ആയിപ്പോയോ എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു റോൾ എന്നെ വിശ്വസിച്ച് ഇവരെങ്ങനെ ഏൽപ്പിക്കുന്നു, ഇത് അഭിനയിച്ച് തീരുന്നത് വരെ ഇതിന് അഭിനയിച്ചതാണോ എന്നുള്ളൊരു തോന്നൽ പോലും നമുക്കില്ല. പിന്നെ എന്നേക്കാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളവരെന്നൊരു വിശ്വാസം അതെന്നും ഉണ്ടായിട്ടുണ്ട്. കൂടെ അഭിനയിക്കുന്ന മറ്റ് നടികൾ ഉർവശിയേക്കാൾ സൗന്ദര്യമുള്ളവരുണ്ടാകാം, സൗന്ദര്യം ഇല്ലാത്തവരുണ്ടാകാം,
ഉർവശിയേക്കാൾ കൂടുതൽ തീഷ്ണമായിട്ടുള്ള റോളുള്ളവരുണ്ടാകാം, ഡയലോഗുള്ളവരുണ്ടാകാം, നായകനുമായിട്ട് കുറച്ചുകൂടി റോളുണ്ടാകാം, പാട്ടുണ്ടാകാം, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. സിനിമയിൽ അതൊക്കെ വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ അതൊന്നും നോക്കാറില്ലായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഒരുവിധം ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസയും തന്ന്, എനിക്ക് നല്ല താമസ സൗകര്യവും തന്നു, നല്ല ഫുഡ് തന്നു, നല്ല ഫുഡ് എല്ലാം ചെയ്തു തരുന്ന അവർക്കറിയില്ലേ എന്നെ വെച്ച് എന്താ ക്യാരക്ടർ ചെയ്യിക്കേണ്ടെന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് ചോറും മീൻകറി കിട്ടിയിരിക്കണം. പിന്നെ അവസാനം അതൊന്നും അല്ല പറഞ്ഞേ. ബ്രിട്ടാസ് ഒരു പടം എന്നെ വെച്ച് എടുക്കുന്നു, എന്നെ കുറിച്ച് ഒരുവിധം അറിഞ്ഞിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് അല്ലേ? ഞാൻ സങ്കല്പത്തിലാണല്ലോ അതല്ലേ. ഇല്ല, എടുക്കത്തില്ലേ? എടുക്കാലോ, ഒരു കുഴപ്പമില്ല. എടുക്കാൻ ഒക്കോ ഇല്ലയോ? ഇതൊരു പുതിയ ഐഡിയ ആണ്. ഒന്ന് എടുത്താലോ ഉർവശി? എടുക്കാലോ. പൈസ ചോദിക്കരുത്, ഞാൻ തരുന്നത് മാത്രം ആകണം. നോക്കാം. പക്ഷെ അത് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഒരു ആർട്ടിസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. സിനിമ വിജയിച്ചാൽ അതിന്റെ ഒരു പെർസെന്റേജ് തന്നേക്കാം. തരും. കള്ളക്കണക്കൊന്നും കാണിക്കും ഒരിക്കലും ഇല്ല. കണക്ക് ഉർവശി ഏൽപ്പിച്ചേക്കാം. കണക്കിന്റെ കാര്യത്തിൽ അത്ര മോശം കാര്യമൊന്നും അല്ലാതെ എനിക്ക് അറിയാം. ശരി, ഏൽപ്പിച്ചു. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇരുത്തിക്കൊണ്ട് വാക്കാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, അപ്പൊ ഒരുപാട് നടികളുണ്ട്, ക്ലൈമാക്സിൽ സീന്, പാട്ടുരംഗങ്ങള്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരിക്കലും. ഇല്ല. മറ്റുള്ളവർ പക്ഷെ അത് നോക്കിയിട്ടുണ്ടല്ലോ. അല്ല, നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പലരെ കുറിച്ചും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉർവശിയുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ എൻ്റെ 2 ഡയലോഗ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അത് അവിടെ കുറച്ചുകൂടെ മിഴിവ് ഉർവശിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല നടികളും അന്ന് തന്തക്കാലത്ത് പറഞ്ഞിരുന്നു എന്ന് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 1-2 സിനിമകൾ അങ്ങനെ ഓർമ്മയുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ്. അയ്യോ, അതൊന്നും പറയാക്കൂല. നമ്മളിത് ജീവിതത്തിന്റെ ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തി. അവരൊക്കെ ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ ഇരിക്കുക. അതൊക്കെ കുളമാക്കണോ? ഇപ്പൊ അത് പറഞ്ഞിട്ട് പക്വത ഇല്ലാത്ത പ്രായത്തിൽ പറയുന്നതല്ലേ അത്. ഇപ്പൊ അവര് നല്ല, അവർക്കും ഒരു മെച്ചൂർഡ് ആയല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും ഇന്ന് സജീവമല്ല. അപ്പൊ നമ്മൾ പറയുന്ന മോശമല്ലേ? അവര് വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ പോലെ ഞാനും ആ രംഗങ്ങളെ കുറിച്ചൊന്നും പറയണ്ടേ? വേണ്ട. പക്ഷെ ഉർവശി ഇന്ന് പറയുമ്പോ ഒരു തമാശ ആക്കണ്ട. ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞിരുന്നു. അത് പക്ഷെ അവള് ഒരു പൊട്ടിക്കളിയായി കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരെ? ഇല്ല, അല്ല, വേണ്ട. അതൊന്നും മനസ്സിലിട്ടിട്ടില്ലല്ലോ. പക്ഷെ മറന്നും പോയിട്ടില്ല. അങ്ങനെയല്ല, അത് ഓർമ്മിപ്പിച്ചല്ലേ ഇപ്പം. ഓർമ്മിപ്പിച്ചാൽ അപ്പൊ എവിടെയോ അത് കിടക്കട്ടെ. അതൊക്കെ നമ്മൾ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പണ്ടൊക്കെ ആൽബം വരുമല്ലോ. ഇപ്പോഴത്തെ പോലെ ഒന്നും ഈ കമ്പ്യൂട്ടറിലൊന്നും ഇട്ടൊന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരാഴ്ച ആകുമ്പോൾ ഈ ആൽബം കാണാൻ അതിർവി. അപ്പം സിനിമയുടെ വലിയ ആൽബം കാണും. അപ്പം അതിനകത്ത് അതുവരെ എടുത്ത സീനിന്റെ ഒക്കെ ഇത് കാണും. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും എടുത്തു നോക്കുന്നത് വലിയ ഫോട്ടോ ആയിട്ട് നമ്മുടെ ഉണ്ടോ, എന്നാൽ അത് പോസ്റ്ററിന് പോകും. അപ്പം വലിയ ഫോട്ടോ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പോസ്റ്റർ വരുമെന്നുള്ളതാണ്. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും മിക്കവാറും ഉള്ളിടത്ത് എൻ്റെ ഫോട്ടോ ആയിരിക്കും വലുതായിട്ട് പല എക്സ്പ്രഷനിലും. അപ്പം ചിലത് കുറഞ്ഞു പോയാൽ നേരിട്ട് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്തോ ഉർവശിയുടെ പടം മാത്രം വലുതായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷെ എനിക്കത് തോന്നിയിട്ടേ ഇല്ല. അതൊക്കെ അപ്പോഴത്തെ ഒരു വികാരം ഉർവശിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം വെച്ചാൽ ഉർവശിയുടെ പടം എപ്പോഴും വലുതായിട്ട് പോസ്റ്ററിൽ വെച്ചിരുന്നുകൊണ്ടാണ്. ഒരു പക്ഷേ നല്ലൊരു അഭിനയം കാഴ്ചവെച്ച ശേഷം ഉർവശിയെ വളരെ ചെറുതാക്കി കാണിച്ചിരുന്നെങ്കിൽ അവർക്കുണ്ടായിരുന്ന അതേ വികാരം വേണമെങ്കിൽ ഉർവശിക്ക് ഉണ്ടായിക്കൂടായിരുന്നു. ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഒരു സീനിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പോയി അഭിനയിച്ചിട്ടുണ്ടല്ലോ. പൈസയും വാങ്ങിക്കാതെ. ഉർവശി അതിനകത്തൊരു സീനുണ്ട്. ഉർവശി വന്ന് ചെയ്ത അതിനൊരു ഇമ്പോർട്ടൻസ് വരും എന്ന് പറഞ്ഞ് ചെയ്ത പടങ്ങളുണ്ട്. ഇപ്പൊ യോധയൊക്കെ അങ്ങനെ ചെയ്ത പടങ്ങളാണ്. സന്തോഷേട്ടൻ, പിന്നെ സംഗീതേട്ടനൊക്കെ നമുക്ക് അവരുടെ ആദ്യത്തെ പടം വ്യൂഹം ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടറാണ്. 1-2 സീനേ കാണുള്ളൂ ഉർവശി. പക്ഷെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും.